ഒരു ഭ്രാന്തനെ പോലെ ജിമിൻ ആ മുറിയിൽ കുറേ പരതി. കയ്യിൽ കിട്ടിയതെല്ലാം വാരി വലിച്ചിട്ടു. എന്നിട്ട് അവൻ തേയുടെ അടുത്ത് ചെന്നിരുന്നു. അവൾ അപ്പോഴും ഉറക്കത്തിലായിരുന്നു. ജിമിൻ തേയുടെ മുഖത്ത് തലോടി. നീ എന്റെയാ, നിന്റെ എല്ലാം എന്റെയാ. ഞാൻ പറഞ്ഞതല്ലേ നിന്നോട്, നിന്നെ വേറെ ആരും തൊടുന്നതോ നോക്കുന്നതോ എനിക്കിഷ്ടല്ലെന്ന്. പിന്നെന്തിനാ നീ? നീ എൻ്റെ ആണെന്ന് എല്ലാവരും അറിയണം. ഇനി നിന്നെ തൊടാൻ ആരും വരരുത്, ആരും. ജിമിൻ തേയുടെ വസ്ത്രങ്ങൾ ഓരോന്നായി അഴിച്ചു മാറ്റി. ഹലോ സാർ, ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ഫാം ഹൗസിലാ ആ കാറും ഫോണും ഇപ്പോൾ. ഫാം ഹൗസിലോ? ഓക്കെ, താങ്ക് യു. എന്തിനിപ്പോ ജിമ്മിച്ചൻ തേയെ കൊണ്ട് ഫാം ഹൗസിലേക്ക് പോയേ? ദൈവമേ, എന്താ ചെയ്യേണ്ടത് എന്നൊന്നും പിടി കിട്ടുന്നില്ലല്ലോ. അച്ചായൻ തേയ എന്തേലും ചെയ്യൂ? ഇല്ലായിരിക്കും. ഇനിയിപ്പോ കുടിച്ചിട്ട് വീട്ടിൽ അറിയണ്ടെന്ന് വെച്ച് പോയതായിരിക്കൂ. ചിലപ്പോ ആരും അറിയണ്ട എന്ന് കരുതിയാവും. വെറുതെ കാട് കയറി ചിന്തിക്കണ്ട, നാളെ നോക്കാം. ജെയ്ക്ക് തന്നെ സ്വയം ആശ്വസിപ്പിച്ചുകൊണ്ട് തിരികെ ഉറക്കത്തിലേക്ക് വീണു. ദേഹമാസകലം വേദന അനുഭവിച്ചിട്ടാണ് തേയ എഴുന്നേൽക്കുന്നത്. അവൾക്ക് ശരീരം അനക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. തൻ്റെ ശരീരത്തിൽ വലിയ ഭാരം അനുഭവപ്പെട്ടവൾ എന്താണ് സംഭവിക്കുന്നതെന്നറിയാൻ കുറച്ച് സമയമെടുത്തു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഒടുവിൽ തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞവൾ ഒരു ഞെട്ടലോടെ കണ്ണു തുറന്ന് അലറി വിളിച്ചു. അവൾ കൈയനക്കാൻ നോക്കിയപ്പോൾ കൈകൾ രണ്ടും കയറുകൊണ്ട് കെട്ടിയിരിക്കുന്നതായിട്ടാണ് അവൾ കണ്ടത്. കാലുകളുടെ അവസ്ഥയും അത് തന്നെയായിരുന്നു. ഒന്ന് ഇറങ്ങി ഓടാൻ പോലും പറ്റില്ലെന്ന് അവൾക്ക് മനസ്സിലായി. ഭയം അവളുടെ ദേഹമാസകലം പടർന്നു. ഇരുണ്ട മുറിയിൽ പുറത്തുനിന്ന് വന്ന നിലാവെളിച്ചത്തിൽ ആരാണ് തന്നോട് ഇത് ചെയ്യുന്നതെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. തേയ തൻ്റെ ശരീരം കൊണ്ട് അയാളെ മാറ്റാൻ ശ്രമിച്ചു. അടങ്ങി കിടക്കടി, എന്റെ കോൺസെൻട്രേഷൻ കളയാതെ. തേയയ്ക്ക് തൻ്റെ കാതുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്താടി? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിന്നെ ഞാൻ മനസ്സിലാക്കിച്ച് തരാമടി. പ്ലീസ് ചായ, ഇതൊന്ന് നിർത്ത്. എനിക്ക് വേദനിക്കുന്നു. ഓ, നിനക്ക് വേദനിക്കുന്നുണ്ടല്ലേ? അപ്പോ എനിക്ക് വേദനിച്ചതോ? അതിനൊന്നുമില്ലേ?
ഏതെന്താ ഈ പറയുന്നേ? എനിക്ക് മനസ്സിലാവുന്നില്ല. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ തേയ, ആ മിഥുൻ അവൻ ആള് ശരിയല്ലെന്ന്. അവൻ നിന്നോട് എന്താ ചെയ്തതെന്നറിയോ? നിനക്ക് മദ്യം തന്ന് നിന്നെ അനാവശ്യമായി തൊടാൻ നോക്കി. മിഥുൻ എനിക്ക് മദ്യം തന്നു? സത്യമായിട്ടും എനിക്ക് ഓർമ്മയില്ല. അവൻ അവൻ എന്റെ ഭാര്യ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. വിടില്ല അവനെ. ഞാൻ അവനെ തല്ലി, നല്ലതുപോലെ ഇടിച്ചു. അവന് ജീവുണ്ടെന്ന് പോലും അറിയില്ല. ഇച്ചായ എന്തേ കാണിക്കുന്നേ? എന്റെ ചിമിനിച്ചായ ഇങ്ങനെയല്ല, ഇത് മറ്റാരോ ആണ്. തേയാ ബേബി, നീ എന്തിനാ പേടിക്കുന്നേ? നീ എൻ്റെ അല്ലേ? നീ എൻ്റെ ആണെന്ന് എല്ലാവരും അറിയണം. ആരും എൻ്റെ ഭാര്യയെ വേറൊരു കണ്ണുകൊണ്ട് നോക്കുക പോലും ചെയ്യരുത്. അതെനിക്ക് ഇഷ്ടമല്ല. ജിമിൻ തന്നോട് ചെയ്യുന്നത് വിശ്വസിക്കാൻ തേയ്ക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരിക്കൽ പോലും ജിമിനിൽ നിന്നും ഇങ്ങനൊരു പെരുമാറ്റം അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. ജിമിന് ഇങ്ങനെ ഒരു മുഖം ഉണ്ടാകുമെന്നും അവൾ ചിന്തിച്ചിരുന്നില്ല. ജിമിൻ്റെ അവസ്ഥ, അവൻ്റെ മനസ്സ് താളം തെറ്റി നിൽക്കുകയാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. എങ്ങനെയെങ്കിലും അവനെ സ്വബോധത്തിലേക്ക് കൊണ്ടുവന്നാൽ സാധിക്കൂ എന്ന് അവൾക്ക് മനസ്സിലായി. അതിന് അവളുടെ ഉള്ളിലെ പേടിയെ നിയന്ത്രിക്കാൻ അവൾ തീരുമാനിച്ചു. ജിമിന് തേയുടെ ശബ്ദം അവനെ ആഴങ്ങളിൽ നിന്നും കരകയറ്റുന്നത് പോലെ തോന്നി. അവൻ പെട്ടെന്ന് മുഖമുയർത്തി തേയെ നോക്കി. അവൻ്റെ ശരീരം നിശ്ചലമായി. ഇച്ചായന്റെ മാത്ര ഞാൻ, അതെന്നും എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. ഇനി ഒരിക്കലും അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. എന്റെ പൊന്നിച്ചായനല്ലേ, ഈ കയ്യിലെയും കാലിലെയും കെട്ടൊന്നഴിക്കൂ, എനിക്ക് വേദനിച്ചിട്ടാ, പ്ലീസ്. ഞാൻ കാരണം സോറി തേയ, സോറി. ജിമിൻ വേഗത്തിൽ തേയുടെ കെട്ടുകൾ അഴിച്ചു. തേയ്ക്ക് അത് വലിയൊരു ആശ്വാസമായിരുന്നു. അവൾ കൈകാലുകൾ ദേഹത്തോട് അടുപ്പിച്ച് ചുരുണ്ടു കിടന്നു. എന്നാൽ ജിമിൻ ദൂരെ മാറി നിൽക്കുകയായിരുന്നു. അവൻ ഏങ്ങലടിച്ച് കരയുകയായിരുന്നു. ഇച്ചായ, ഇവിടെ വാ, എന്റെ അടുത്ത് വാ. വേണ്ട തേയ, ഞാൻ നിന്നെ എന്തെങ്കിലും ചെയ്യും. ഞാൻ വരില്ല. എനിക്കറിയാം, ഒന്നും ചെയ്യില്ല. ഇച്ചായന്റെ തേയല്ലേ വിളിക്കുന്നേ, വാ. ജിമിൻ പതിയെ തേയുടെ അടുത്തേക്ക് നടന്നു. തേയ അവനെ വാരിപ്പുണർന്നു. അവളുടെ മാറോട് ചേർന്ന് അണച്ചു. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ജിമിൻ തേയെ മുറുകി പിടിച്ച് തേങ്ങിക്കരഞ്ഞു. തേയ അവൻ്റെ തലയിൽ തലോടി. പോട്ടെ ഇച്ചായ, സാരില്ല, ഇതൊരു ദുസ്വപ്നായി കരുതിയാ മതി. ഞാൻ ഇങ്ങനെ ഒന്നും നിന്നോട് ചെയ്യണമെന്ന് കരുതിയതല്ല തേയ, അറിയാതെ പറ്റിപ്പോയതാ. ചില സമയത്ത് എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റില്ല. ഞാൻ മറ്റാരുമായി മാറും. ആ സമയത്ത്
ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ എനിക്ക് എന്റേതാണെന്ന് ഞാൻ കരുതുന്ന ഒന്നും നഷ്ടപ്പെട്ടു പോകുന്നത് കണ്ടു നിൽക്കാൻ കഴിയില്ല തേയ. ഇച്ചായൻ ഇനി ഒന്നും സംസാരിക്കണ്ട, ഉറങ്ങിക്കോ. തേയ ജിമിൻ്റെ മുടിയിഴകളിൽ തലോടി അവനെ ആശ്വസിപ്പിച്ചു. എപ്പോഴോ ജിമിൻ ഉറങ്ങിപ്പോയി. എന്നാൽ തേയ ഉണർന്നിരുന്നു. അവളുടെ മനസ്സിലൂടെ പല ചിന്തകൾ കടന്നുപോയി. ജിമിനെയും തേയയും താഴേക്ക് കണ്ടില്ലല്ലോ. ഞാൻ പോയി നോക്കട്ടെ. ഏയ്, അവരെന്തായാലും കുറച്ചു കഴിയുമ്പോ വരുമായിരിക്കും. ഇന്നത്തെ പത്രത്തിലെ മെയിൻ ന്യൂസ് നമ്മുടെ കൊളാബറേഷൻ ആണല്ലോ. നോക്കട്ടെ. ഹായ്, ഫ്രണ്ട് പേജിൽ തന്നെ നമ്മുടെ ഫാമിലി ഫോട്ടോസ് ഉണ്ടല്ലോ. അവർ അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ ജീനയും ജൂണും അവിടേക്ക് വന്നു. ജീനയുടെ കയ്യിൽ ബാഗും സാധനങ്ങളും ഉണ്ടായിരുന്നു. ആ, നിങ്ങള് പോവാ ഇറങ്ങിയോ? ഇറങ്ങി ഡാഡി. ഇവൾക്ക് നിലത്ത് കാലുറക്കുന്നില്ല. വീട്ടിൽ പോകുമല്ലേ, അതിന്റെ എക്സൈറ്റ്മെന്റാ. അത് പിന്നെ അങ്ങനെയാണല്ലോ മോളെ. ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കണം, എന്നും വിളിക്കണം. അത് പിന്നെ പറയണോ മമ്മി? എനിക്കറിയാലോ. റീനാൻറ്റി, ആരെയും കാത്തു നിൽക്കുന്നില്ല. ഞാൻ ഇറങ്ങുവാ. അവരെ ഞാൻ വിളിച്ചോളാം. ശരി മോളെ, പോയിട്ട് വാ. ജൂണേ, നീ നാളത്തേക്കല്ലേ ഇങ്ങോട്ടുള്ളൂ? അതെ ആന്റി, ഇവള് വിടുന്നതിനനുസരിച്ച് വരാം. പോയി 2 ദിവസം ഭാര്യ വീട്ടിൽ നിന്നെന്ന് വെച്ച് ഒരു കുറവുമില്ല. എങ്കിൽ നിങ്ങൾ താമസിക്കണ്ട, ഇറങ്ങിക്കോ. അങ്ങനെ ജൂണും ജീനയും അവിടെ നിന്നും ജീനയുടെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. ബെഡിൽ കൈയും കാലും ബാൻഡേജുമായി അവശനായി കിടക്കുകയായിരുന്നു മിഥുൻ. ഡോക്ടർ 2-3 ആഴ്ചയുടെ റെസ്റ്റ് പറഞ്ഞിരുന്നു. കൂടെ സഹായിക്കാൻ അവന്റെ PA ഉണ്ടായിരുന്നു. ബോസ്, ഒരു കോളുണ്ട്. ആരാ? കമ്പനിയിൽ നിന്നാണോ? അല്ല, മാഡാണ്. ഇങ്ങതാ. മിഥുൻ PAയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി. ഹലോ. എന്താടാ ഞാൻ ഈ കേൾക്കുന്നേ? നിന്റെ ജിമിൻ എന്താ ചെയ്തേ? ഒന്നും പറയണ്ട. കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത രീതിയിൽ മുന്നോട്ട് പോവായിരുന്നു. അതിന്റെ ഇടയിൽ അവൻ കയറി വന്നു, അലമ്പാക്കി. ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ ഭാഗ്യം. അപ്പോ അവന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരാൻ തുടങ്ങിയല്ലേ? അതെ. ഇനി എന്താ നെക്സ്റ്റ് പ്ലാൻ? ഞാൻ പറയാം. എന്തായാലും ജിമിനേലിയാസ് മൈക്കിളിന്റെ മുഖംമൂടി വലിച്ചു കീറാൻ സമയമായി. വൈകാതെ അതുണ്ടാവും. അതിനുള്ള തയ്യാറെടുപ്പിലാ ഞാൻ. ഞാനിനി എന്താ ചെയ്യണ്ടേ? നിന്നെ ഏൽപ്പിച്ചത് തന്നെ ചെയ്യാം. തേയെ എങ്ങനെയെങ്കിലും ജിമിനിൽ നിന്നും അകറ്റണം, ഏത് രീതിയിലും. ശരി, ഞാൻ വിളിക്കാം. ഓക്കെ. ജേക്ക് ഇന്നലെ നടന്ന സംഭവങ്ങളുടെ CCTV പരിശോധിക്കുകയായിരുന്നു. അപ്പോൾ അവിടേക്ക് ജെയ്മി വന്നു. എടാ, എനിക്ക് ശരിക്കും പേടിയാവുന്നുണ്ട് കേട്ടോ. സമയം 9 മണിയായി. ഇനിയും അവരിവിടെ ഇല്ലെന്ന് അവർക്കൊക്കെ മനസ്സിലായ തീർന്ന്. നീ ഒന്ന് തേയെ വിളിച്ചു നോക്ക്. അതിന് ചേച്ചിയുടെ ഫോൺ ഇവിടെ എന്റെ കയ്യിലല്ലേ. വിളിക്കാൻ പറ്റുന്ന ജിമ്മിച്ചനെ മാത്രാ. എങ്കി ഞാനൊന്ന് വിളിച്ചു നോക്കാം. ഷേ, കോള് കിട്ടുന്നില്ലല്ലോ. ഇനിയിപ്പൊ എന്ത് ചെയ്യും? അവര് എവിടാണെന്ന് വല്ലതും അറിഞ്ഞു? ആ, അറിയാം. ഇന്നലെ എനിക്ക് ലൊക്കേഷൻ കിട്ടിയായിരുന്നു. നമ്മുടെ ഫാം ഹൗസിലുണ്ട്. എന്തിനിപ്പോ ഫാം ഹൗസിലേക്ക് പോയേ? എനിക്കറിയില്ല ജെയ്മി. ദേ, നീ ഈ CCTV വിഷ്വൽസ് നോക്കിക്കേ. മിഥുൻ തേയുമായി ബാറിലേക്ക് വരുന്നു. അവർക്ക് കുടിക്കാൻ എന്തോ കൊടുക്കുന്നു. പിന്നെ അവര് സംസാരിക്കുന്നു, ഡാൻസ് കളിക്കുന്നു. ജിമ്മിച്ചൻ വരുന്നു, അവനെ അടിക്കുന്നു. സത്യത്തിൽ തേയം മദ്യം അറിഞ്ഞുകൊണ്ട് കഴിച്ചതാണോ അതോ
അവൻ എന്തെങ്കിലും അതി കലക്കിയതാണോ എന്ന് എനിക്ക് സംശയമില്ലാതില്ല. ശരിയാ. ദേ, ഈ ആംഗിളിലുള്ള വിഷ്വൽസ് എടുത്തേ. അവർ CCTV ചെക്ക് ചെയ്തപ്പോൾ മിഥുൻ കയ്യിൽ നിന്നും എന്തോ ഒന്ന് തേയുടെ ഗ്ലാസ്സിൽ ഇടുന്നത് കണ്ടു. അപ്പോ എന്റെ സംശയം ശരി തന്നെയാ. അവൻ തേക്ക് എന്തോ കൊടുത്തതാ. ബട്ട് മിഥുൻ, അവൻ തേയുടെ ഫ്രണ്ട് അല്ലേ? അവൻ എന്തിനാ ഇങ്ങനെയൊക്കെ അവളോട് ചെയ്യുന്നേ? ഒരു പിടിയുമില്ല. പക്ഷേ ഇതെങ്ങനെ ജിമ്മിച്ചറിഞ്ഞു? ആ ഹോൾവേയിലെ CCTV ഒന്ന് ചെക്ക് ചെയ്യട്ടെ. അവർ ആ CCTV വിഷ്വൽസ് പരിശോധിച്ചപ്പോൾ ജിമിൻ രണ്ടുപേരോട് സംസാരിക്കുന്നത് കണ്ടു. അവരെന്തോ ജിമ്മിച്ചന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതാ കലിതുള്ളി ബാറിലേക്ക് ചെന്ന് മിഥുനെ ഇടിച്ചത്. എന്തായിരിക്കും അവര് പറഞ്ഞേ? തേയെ പറ്റി മോശമായി എന്തോ പറയാനാ സാധ്യത. അതെങ്ങനെ നിനക്ക് മനസ്സിലായി? എടി, നീ ഇന്നലെ ജിമ്മിച്ചനെ കണ്ടതല്ലേ? നമുക്കറിയാവുന്ന ജിമ്മിച്ചനല്ല ഇന്നലെ നമ്മുടെ മുൻപിൽ നിന്നത്. നിനക്കറിയാമോ ഇന്നലെ എന്നോട് അച്ചായൻ പറഞ്ഞത് എന്താണെന്ന്? എന്താടാ? എന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുത്തിരുന്നെങ്കിൽ ഞാൻ ജീവനോടെ ഇരിക്കില്ലായിരുന്നു എന്ന്. എന്റെ ദൈവമേ, അതെന്താ അച്ചായ അങ്ങനെ പറഞ്ഞേ? അന്ന് ഞാൻ തേയോട് മോശമായി പെരുമാറിയപ്പോ ജിമ്മിച്ചന്റെ കണ്ണിൽ ഞാൻ കണ്ടത് എന്നെ കൊല്ലാനുള്ള ആഗ്രഹമായിരുന്നു. അന്ന് ഞാൻ മദ്യത്തിന്റെ പുറത്തായതുകൊണ്ട് കാര്യമാക്കിയില്ല. പക്ഷേ ഇന്നലെ ഞാൻ ജിമ്മിച്ചന്റെ കണ്ണുകളെ അതേ ഭാവം തന്നെയാ കണ്ടത്. അതിന്റെ അർത്ഥം തേയയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച ജിമ്മിച്ചന് അത് സഹിക്കില്ല. പക്ഷെ മുൻപൊരിക്കലും ഇങ്ങനൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഞാൻ ജിമ്മിച്ചന് കണ്ടിട്ടില്ല. നമ്മുടെ മുൻപിലൊന്നും അങ്ങനെ ഒരു മുഖം ജിമ്മിച്ചൻ കാണിച്ചിട്ടുമില്ല. നമ്മുടെ മുമ്പിലുള്ള ജിമ്മിച്ചനല്ലാതെ മറ്റൊരു മുഖം അച്ചായനുണ്ടെങ്കിലോ? നീ പറഞ്ഞു വരുന്നത്? എൻ്റെ മനസ്സിൽ ഒരുപാട് സംശയങ്ങളുണ്ട്. പക്ഷേ ഞാനിപ്പോ ഒന്നും പുറത്തു പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് നോക്കാം. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുറ്റത്ത് ഒരു കാർ വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടു. അവർ വേഗം തന്നെ പുറത്തിറങ്ങി നോക്കി. കാറിൽ നിന്നും ജിമിനും തേയും ഇറങ്ങി വന്നു. തേയ ശരീരം മുഴുവനും ഒരു ബ്ലാങ്കറ്റ് പുതച്ചായിരുന്നു ഇറങ്ങി വന്നത്. അവളുടെ മുഖം മാസ്ക് കൊണ്ട് മറച്ചിരുന്നു. ജിമിൻ അവളെ താങ്ങി നടത്തി. നിങ്ങൾ മുറിയിൽ ഉറങ്ങുമല്ലായിരുന്നോ? ഇതെന്താ? തേക്കെന്താ പറ്റിയേ? എന്തു പറയണമെന്നറിയാതെ പതറി നിൽക്കുന്ന ജിമിനെ സഹായിക്കാൻ ജെയ്മി അവരുടെ ഇടയിൽ കയറി പറഞ്ഞു. തേയ ചേച്ചിക്ക് പനിയാണോ ചായ? ഇന്നലെ തലവേദന കൂടിയായിരുന്നു. അതെ, ഇന്നലെ രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോ തേക്ക് ഒട്ടും വയ്യാതെ വന്നു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. എന്തോ അലർജിക് റിയാക്ഷൻ ആയിരുന്നു. അങ്ങനെ ആരെയും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി പെട്ടെന്ന് പോയതാ. നീ എന്നാ അവളെ കൂട്ടി വേഗം മുറിയിലേക്ക് ചെല്ലി. വയ്യാതിരിക്കുവല്ലേ? ഞാൻ കൊണ്ടുപോവാ. ജിമ്മിച്ചൻ പിടിവിട്ടോ? വേണ്ട, ഞാൻ കൊണ്ടുപോയിക്കോളാം. ജിമ്മിച്ച എൻ്റെ കൂടെ വന്നേ. എനിക്കൊരു അത്യാവശ്യ കാര്യം സംസാരിക്കാനുണ്ട്. ജെയ്മി ഡോക്ടറല്ലേ, അവള് തേട കാര്യം നോക്കിക്കോളും. അച്ചായം വാ. ജെയ്ക്ക് ജിമിനെ ബലമായി പിടിച്ചുകൊണ്ടുപോയി. ജെയ്മി തേയുമായി അവളുടെ മുറിയിലേക്കും പോയി. തേയെ മുറിയിലെ കട്ടിലിരുത്തി ജെയ്മി വാതിലടച്ചു. എന്നിട്ട് തേയുടെ മുൻപിൽ വന്ന് നിന്നു. സത്യം പറ ചേച്ചി, ഇന്നലെ എന്താ സംഭവിച്ചേ? ചേച്ചി എന്തിനാ ദേഹം മുഴുവനും മറച്ചു വന്നത്? അതൊന്നുമില്ല ജെയ്മി. കള്ള എന്നോട് പറയണ്ട. ഇന്നലെ എന്റെ മുമ്പിൽ കൂടിയാ ചേച്ചിയെ കൊണ്ട് ജിമ്മിച്ചൻ പോയത്. ചേച്ചി എന്നോട് പറഞ്ഞേ പറ്റൂ. തേയ നിസ്സഹായ അവസ്ഥയിൽ ജെയ്മിയെ നോക്കി. എന്നിട്ട് മുഖത്തു നിന്നും മാസ്ക് മാറ്റി. എന്റെ ദൈവമേ, ചേച്ചി എന്താ ഇത്? തേയ മറുപടി കൊടുക്കാതെ അവൾ പുതച്ചിരുന്ന ബ്ലാങ്കറ്റ് മാറ്റി. തല കറങ്ങുന്നത് പോലെ ജെയ്മിക്ക് തോന്നി.
അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഇറ്റിറ്റ് വീഴാൻ തുടങ്ങി. ജെയ്മി, എനിക്ക് എനിക്ക് നല്ലതുപോലെ വേദനിക്കുന്നുണ്ട്. വിരോധമില്ലെങ്കിൽ എന്തെങ്കിലും മരുന്ന് തരൂ. ജെയ്മി തേയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ചേച്ചി, എന്താ ഇത്? ആരെങ്ങനെ ചെയ്തേ? എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്കതിനെ പറ്റി ഓർക്കണ്ട ജെയ്മി. നീ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കെങ്കിൽ ഹെൽപ്പ് ചെയ്യൂ പ്ലീസ്. നമുക്ക് ഹോസ്പിറ്റലിൽ പോവാൻ ചേച്ചി. ഇത് പോലീസിനെ അറിയിക്കണം. അങ്ങനെയെങ്കിൽ ജയിലിൽ പോകുന്നത് നിന്റെ അച്ചായനായിരിക്കും. ജെയ്മിക്ക് അവളുടെ കാതുകളെ വിശ്വസിക്കാൻ സാധിച്ചില്ല. ജിമ്മിച്ചൻ ആണ് ചേച്ചിയോട് ഇങ്ങനെ? എനിക്ക് ബോധമില്ലായിരുന്നു. ബോധം വന്നപ്പോ ഞാൻ ഇച്ചായൻ എന്നെ പേടിക്കാതെ ചേച്ചി. ഇതെന്താ സംഭവിക്കുന്നതെന്ന് എനിക്കും മനസ്സിലാവുന്നില്ല. ജിമ്മിച്ചന് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. എനിക്കും അത് തോന്നി. തൽക്കാലം വീട്ടിലുള്ളവരെ ഇത് അറിയിക്കണ്ട. ഈ ഒരവസ്ഥയിൽ എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. നീ എങ്ങനെയെങ്കിലും എന്നെ സഹായിക്കണം. ഞാനുണ്ട് ചേച്ചി കൂടെ. ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. എന്താ നിനക്ക് എന്നോട് പറയാനുള്ളത്? ഇന്നലെ നടന്നത് എന്താണെന്ന് ഇച്ചാൻ ഓർമ്മയുണ്ടോ? അതോ മറന്നു? ഞാനൊന്നും മറന്നിട്ടില്ല. എനിക്കെല്ലാം ഓർമ്മയുണ്ട്. ഓ, അത് ശരി. അപ്പൊ പറ, ആരാ നിങ്ങൾ? എന്തിനെങ്ങനെയൊക്കെ ചെയ്യുന്നേ? അതൊന്നും നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. അനാവശ്യമായി എന്റെ കാര്യങ്ങൾ ഇടപെട്ട അത് നല്ലതിനായിരിക്കില്ല. ഭീഷണിയാണോ? ആണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. നീ നിനക്ക് ചെയ്യാൻ സാധിക്കുന്നതെല്ലാം ചെയ്. നമുക്ക് കാണാം. എന്താ? എന്ത് വേണം? എന്റെ മുറിയിൽ ഞാൻ എന്തിനു വരണമെന്ന് നിന്നോട് എന്തിനാ പറയുന്നേ? വഴിമാറ്. നിങ്ങളൊരു മനുഷ്യനാണോ അതോ മൃഗമോ? തേജസ്യ, നിങ്ങൾ എന്താ ചെയ്തിരിക്കുന്നേ? നിങ്ങൾ എന്റെ ചേട്ടനാണെന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. എങ്കിൽ നീ വിശ്വസിക്കേണ്ട. ആരുടെയും വിശ്വാസം എനിക്ക് ആവശ്യമില്ല. Now get out of my room. ഇപ്പൊ ഞാൻ പോവാ. പക്ഷേ ചേച്ചി ഇനി എന്തെങ്കിലും ചെയ്താ? ജിമിനെ തറപ്പിച്ചു നോക്കിയിട്ട് ജെയ്മി അവിടെ നിന്നും പോയി. ജിമിൻ മുറിയുടെ കതകടച്ച് കുറ്റിയിട്ടു. എന്നിട്ട് കട്ടിലിൻ്റെ അടുത്തേക്ക് ചെന്നു. ജെയ്മി തേയുടെ മുറിവുകളിൽ മരുന്ന് വെച്ച് അവൾക്ക് ബ്ലാങ്കറ്റ് കൊടുത്തിട്ടാണ് പോയത്. അത് കഴിച്ച് തേയ കട്ടിലിൽ ചാരിയിരിക്കുമായിരുന്നു. ജിമിനെ കണ്ടതും അവളുടെ ഉള്ളിൽ ഒരു ഭയം പൊട്ടിമുളച്ചു. എന്നാൽ അതവൾ മുഖത്തു കാണിച്ചില്ല. കണ്ടില്ലേ തേയ, എന്നോടിപ്പോ അവർക്ക് നല്ല ദേഷ്യമായിരിക്കും. ഞാനിങ്ങനെ ചെയ്യുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പക്ഷേ എന്ത് ചെയ്യാൻ, പറ്റിപ്പോയി. ഞാനിനി എന്ത് ചെയ്യും തേയാ? അവൻ തേയുടെ കാലിൽ പിടിച്ചു കരഞ്ഞു. തേയ പതിയെ ജിമിന്റെ തലയിൽ കൈവച്ച് അവനെ തലോടി. ആരെന്ത് പറഞ്ഞാലും ഇച്ചായന് ഞാനുണ്ട്. നമുക്കെല്ലാം ശരിയാക്കാം. ഒരുമിച്ച് ഇതിനെ നേരിടാം. നിന്നെ ഞാൻ ഒരിക്കൽ പോലും നോവിക്കണമെന്ന് കരുതി ചെയ്തതല്ല തേയ. നീ എന്റെയാ. നിന്നെ എനിക്ക് മാത്രം വേണം. നമുക്കൊരു കുഞ്ഞു വേണം. നമുക്ക് സന്തോഷത്തോടെ ജീവിക്കണം. പക്ഷേ നമ്മുടെ സന്തോഷം കെടുത്താൻ ആരെങ്കിലും വന്നാ അവരെ ഞാൻ കൊന്നുകളയും തേയ. എന്റെ സ്വന്തമായ എന്തിനെങ്കിലും ആരെങ്കിലും തകർക്കാൻ വന്ന പിന്നെ ജീവനോടെ വെച്ചേക്കില്ല ഈ ജിമിൻ.
ഏ നീ എന്തിനാ പേടിക്കുന്നേ? എന്റെ ദയ പേടിക്കണ്ട കേട്ടോ. ഇനി ഇച്ചാന് ദേഷ്യം വരുന്ന പോലെ ഒന്നും ചെയ്യാതിരുന്നാ മതി, കേട്ടല്ലോ? ചെയ്യൂ. അങ്ങനെ എന്തെങ്കിലും? ഇ- ഇ- ഇല്ല. ഗുഡ് ഗേൾ. അങ്ങനെയാണെങ്കിലേ കുറച്ച് ദിവസത്തേക്ക് മോള് റൂമിൽ നിന്ന് ഇറങ്ങണ്ട. നിനക്ക് അലർജി ആയതുകൊണ്ട് റെസ്റ്റ് എടുക്കാൻ ഡോക്ടർ പറഞ്ഞതാണെന്ന് ഞാൻ പറഞ്ഞേക്കുന്നേ. ഉം, ശരി. എങ്കി ഇച്ചാൻ റെഡി ആയിട്ട് ഓഫീസിൽ പോട്ടെ. ഒരുപാട് വർക്ക് ചെയ്തു തീർക്കാനുണ്ട്. ജിമിൻ തേയുടെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്ത് റെഡിയാവാൻ പോയി. തേയയ്ക്ക് ഇതെല്ലാം നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ.